ഹായ് സുന്ദരീസ്. അപ്പോൾ നമുക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു സാരി ബ്ലൗസ് തുന്നിയെടുക്കാം എന്നുള്ളതാണ് കാണാൻ പോണത്. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തുടക്കക്കാർക്കും തുന്നലൊന്നും അധികം അറിയാത്ത ഒരാൾക്കും തുന്നിയെടുക്കാവുന്ന പാകത്തിനാണ് നമ്മൾ ഈ സാരി ബ്ലൗസ് ചെയ്തെടുക്കണേ കേട്ടോ. വളരെ എളുപ്പമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും മുമ്പ് 10 മിനിറ്റിൽ എങ്ങനെ ഒരു ടോപ്പ് തുന്നാം എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ കുറേ കൂടി മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പാറ്റേൺ ആണ്, എക്സ്ട്രാ കുറച്ച് ഡാർട്സ് ഇടുന്നുണ്ട്, പിന്നെ ഇത് ലൈനിങ് വെച്ചാണ് തുന്നണേ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണാം. ഇനി കണ്ടവരാണെങ്കിൽ നമുക്ക് തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് ലൈനിങ് തുണിയിൽ തുടങ്ങാം. ലൈനിങ് എനിക്കിവിടെ 1 മീറ്റർ എടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് 1 മീറ്ററിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത്ത്, ബ്ലൗസിൻ്റെ ലെങ്ത്ത് എത്രയാണോ ആവശ്യമുള്ളത് അതിങ്ങനെ ഹൊറിസോണ്ടലി മടക്കി വെക്കുക. ഞാൻ കുറച്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെട്ടിക്കളയാവുന്നതല്ലേ ഉള്ളൂ. അതിന് ശേഷം ഇതിനെ വേർട്ടിക്കലി മടക്കുക. ഓക്കെ, വേർട്ടിക്കലി മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര തുണിയുണ്ടോ അതിനെ ഇങ്ങോട്ട് മാത്രം വെട്ടിയെടുക്കാം. ഇനി നമുക്ക് മെഷർമെൻറ്റ് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പാകമുള്ളൊരു ടീഷർട്ടോ അല്ലെങ്കിൽ ഈവൻ ഏതെങ്കിലും ഒരു ബ്ലൗസോ എടുക്കാം. എന്നിട്ട് അതിനെ വയ്ക്കുക. അപ്പോൾ എത്രയാണോ അതിൻ്റെ മെഷർമെൻറ്റ്, അതായത് വിഡ്ത്ത് എത്ര വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. ഞാൻ ഇവിടെ 2.5 ഇഞ്ചാണ് വിഡ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കുക. അതെൻ്റെ 2.5 ഇഞ്ചാണ്. അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2.25 എടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിനോട് ചേർത്ത് തന്നെയാണ് എടുക്കുന്നത്. നമുക്കിനി എക്സ്ട്രാ സ്ലീവ്സ് ഒന്നും വെട്ടിയെടുത്തിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊരു എളുപ്പപ്പണിയാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഞാൻ 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ക്വയർ ഷേപ്പ് വരച്ചിട്ട് അതിനെ ഇങ്ങനെ ഒരു യു ഷേപ്പിലേക്ക് ആക്കിയെടുക്കുകയാണ്. ഞാനിവിടെ ഒരു ഹൈ നെക്കാണ് കേട്ടോ ചെയ്യണത്. പിന്നെ സ്ലീവ്സിന് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എക്സ്ട്രാ 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആം ഹോൾ ഇതേപോലെ മെഷർ ചെയ്യുക കേട്ടോ. അതിൻ്റെ പകുതി എത്രയാണെന്ന് നോക്കിയിട്ട് അതെടുക്കുക. എനിക്കിവിടെ 7 ഇഞ്ചാണ് പകുതി എന്ന് പറയുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ്സിന് മടക്കി വെക്കാനുള്ള തുണി എന്ന് പറയുന്നത്. എന്നിട്ട് സൈഡ് വരയ്ക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ സ്ട്രെയിറ്റ് ആണ് വരച്ചിരിക്കുന്നത്. പക്ഷേ ഈ പിക്ചറിൽ കാണുന്നില്ലേ, അതേപോലെ കുറച്ച് സ്ലാൻഡിങ് ആയിട്ട് കുറച്ച് പുറത്തേക്ക് എക്സ്ട്രാ തുണി എടുത്തിട്ട് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. അതെനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഞാനത് ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റിയ തെറ്റ് കാണിച്ചു തന്നിട്ട് ചെയ്യുകയാണെങ്കിൽ വേറെ ആർക്കും അത് പറ്റാണ്ടിരിക്കും തോന്നിയോണ്ടാണ് ഞാൻ പിന്നെ ഇത് തെറ്റടക്കം ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുറത്തേക്ക് നീക്കി വേണം വരയ്ക്കാനായിട്ട്. കുറച്ച് എക്സ്ട്രാ തുണി വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർട്ടൊക്കെ ഇടുമ്പോൾ നമുക്ക് സൈഡിൽ പിന്നെ അടിക്കാൻ തുണി ഇല്ലാണ്ടാവും. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റി. പക്ഷെ ഞാനത് തിരുത്തുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ ഇതിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ലൈനിങ് തുണി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമുക്ക് കട്ടിങ്ങിന്. നമുക്ക് എക്സ്ട്രാ സ്ലീവ്സും കാര്യങ്ങളൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നല്ല തുണി എടുക്കുക. നല്ല തുണി ഇതേപോലെ തന്നെ ഹൊറിസോണ്ടലി മടക്കുക, പിന്നെ അതേപോലെ വെർട്ടിക്കലി മടക്കുക കേട്ടോ. അതിനുശേഷം ഈ ലൈനിങ് തുണി നല്ല തുണിയുടെ മീതെ വെച്ചിട്ട് നമുക്ക് കുറച്ച് പിൻസൊക്കെ വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. എന്നിട്ട് അതേപോലെ തന്നെ നെക്കും സൈഡും ഒക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡ് കുറച്ച് എക്സ്ട്രാ, അതായത് പുറത്തേക്ക് നീക്കിയിട്ട് വേണം, എക്സ്ട്രാ ഒരു 4 ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുത്തിട്ട് വേണം നമ്മൾ വെട്ടിയെടുക്കാനായിട്ട്. അറ്റ്ലീസ്റ്റ് ഒരു 2 ഇഞ്ചെങ്കിലും വെട്ടിയെടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് സൈഡ് അടിക്കാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല തുണിയുടെയും കട്ടിങ് ആയിട്ടുണ്ട്, അതേപോലെ ലൈനിങ് തുണി ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല തുണിയുടെ മീതെ ഈ ലൈനിങ് തുണി വെക്കണം. വയ്ക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വശവും കൂടി ഒരുമിച്ച് വെക്കുക. ഇപ്പം ഞാൻ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ നെക്കിൻ്റെ ഭാഗത്തൊക്കെ ഇതേപോലെ പിൻസ് കുത്തിയിട്ട് നെക്ക് എങ്ങനെയാണോ നമ്മൾ വെട്ടിയെടുത്തിരിക്കുന്നത് അത് തന്നെ നമുക്ക് ഗൈഡ് ലൈൻ ആക്കി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ സ്ക്വയർ ഷേപ്പ് ആയിരുന്നു എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. അതല്ല ഒരു ബോട്ട് നെക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് ഞാൻ എക്സ്ട്രാ വരുന്നതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ജസ്റ്റ് ചെറിയ കട്ട്സ് കൊടുക്കുകയാണ്. നൂലിൻ്റെ ഇപ്പുറത്തേക്ക് പോയത് കേട്ടോ. എക്സ്ട്രാ വന്നിരിക്കുന്ന തുണിയിൽ മാത്രം നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നെക്ക് സ്റ്റിച്ച് ചെയ്യാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് മറിച്ചെടുക്കുമ്പോൾ നെക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം നമുക്ക് മറിച്ചെടുക്കുമ്പോൾ കറക്റ്റ് നെക്ക് വന്നിട്ടുണ്ട്. ഇനി സ്ലീവ്സ് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ 1.5 ഇഞ്ച് 2 ഇഞ്ച് വരെ എടുക്കാം കേട്ടോ. മാക്സിമം 2 ഇഞ്ച്, അതിൽ കൂടുതൽ എടുത്താൽ ശരിയാവില്ല. ഇത് നമുക്ക് എക്സ്ട്രാ സ്ലീവ്സ് ഒന്നും പറ്റില്ല. മാക്സിമം ഇൻ ടോട്ടൽ ഒരു 4 ഇഞ്ച് 5 ഇഞ്ചിൻ്റെ സ്ലീവ്സേ കിട്ടുള്ളൂ. അതിനേക്കാളും കൂടുതൽ നമുക്ക് പറ്റില്ല. ഇതൊരു എളുപ്പപ്പണി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉള്ളത്. അപ്പോൾ സ്ലീവ്സ് ഞാൻ അടിച്ചിട്ടുണ്ട്. 2 സൈഡിലും അടിക്കുക, അതായത് പുറത്തും അടിക്കുക, എഡ്ജിലും അടിക്കുക. സോ ദാറ്റ് ആ പെർഫെക്ഷൻ ഉണ്ടാവും. 2 സ്ലീവ്സും ഞാൻ അങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇനി ഞാനിത് കറക്റ്റ് പകുതിക്ക് വെച്ചിട്ട്
ബാക്ക് സൈഡിൽ ഇതേപോലെ മിഡിലിൽ കട്ട് ചെയ്യാണ്. നമുക്ക് ഹുക്കും അതേപോലെ തന്നെ ബ്ലൗസിന് ആ ഒരു ഇട്ട് കൊടുക്കാനുള്ള കൊളുത്തും അതൊക്കെ വെക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൽ റൈറ്റ് സൈഡും അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡും മാർക്ക് ചെയ്യാം. റൈറ്റ് സൈഡിലാണ് നമ്മൾ ആ ഇടണ കുളത്തില്ലേ അത് വെക്കുക. അപ്പോൾ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അധികം വേണ്ട. ആക്ച്വലി ഞാനിവിടെ 1.5 ഇഞ്ചാണ് എടുക്കണത്. ഒരു ലൈനിങ് തുണി എടുക്കുക കേട്ടോ. ഈ ലൈനിങ് തുണിയിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് എത്രയാണോ ബാക്കിലുള്ള ലെങ്ത്ത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെക്കണ തുണിയാണ്, അതുകൊണ്ടാണ് നമുക്ക് 1.5 ഇഞ്ചോളം മതി എന്ന് പറയണത്. അടുത്തത് നമുക്ക് മറ്റേ സൈഡിലേക്ക് എടുക്കേണ്ടത് 2 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് നിൽക്കുന്ന തുണിയാണ്. നിങ്ങൾ സാധാരണ ബ്ലൗസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇനി ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത്, ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് ലെങ്ത്ത് കൂടുതൽ, വിഡ്ത്ത് കൂടുതലുള്ള തുണിയും റൈറ്റ് സൈഡിൽ വിഡ്ത്ത് കുറവുള്ള തുണിയാണ് വെക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ റൈറ്റ് സൈഡിൽ എങ്ങനെ വെക്കാം എന്നുള്ളത് കാണിച്ചു തരാം. ബ്ലൗസിൽ ഇപ്പോൾ ലൈനിങ്ങും അതേപോലെ നല്ല തുണിയും കൂടി ഒരുമിച്ചല്ലേ ഇരിക്കണത്. അതൊന്ന് ഫസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക, സോ ദാറ്റ് നമ്മൾ തുന്നുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ ലൈനിങ് തുണി ഉണ്ടല്ലോ, അത് ഈ നല്ല തുണിയുടെ മീതെ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് അറ്റം വരെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഓക്കെ, നെക്കിൻ്റെ ആ ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് ഒന്ന് മടക്കി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനത്തെ എഡ്ജസ്, നൂല് വരുന്ന എഡ്ജസ് ഒന്നും പാടില്ലല്ലോ. എക്സ്ട്രാ ഉള്ള തുണി ഞാൻ വെട്ടി മാറ്റിയിട്ട് ഇതേപോലെ മടക്കി അടിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഉള്ളിലേക്ക് ആക്കണം. അതായത് ഈ എക്സ്ട്രാ തുണി നമ്മൾ എടുത്തിട്ടില്ലേ അതിനെ കാണാത്ത പാകത്തിൽ കംപ്ലീറ്റ്ലി ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ തുന്നി കൊടുക്കണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബ്ലൗസിൽ ഹുക്ക് ഇടില്ലേ, അതായത് ഇങ്ങനെ കുളത്ത് പോലത്തെ ഒരു സാധനമില്ലേ അത് വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കില്ലേ, അതിനെ വെക്കണത്. അതാണ് നമ്മൾ റൈറ്റ് സൈഡിൽ വെക്കണേ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ കംപ്ലീറ്റ്ലി ഉള്ളിലേക്ക് മടക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ലൈനിങ് തുണിയും, അതായത് ലൈനിങ് തുണി വെച്ചിട്ട് നമ്മൾ ഈ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ടല്ലോ 1.5 ഇഞ്ച്, അത് കാണാൻ പാടില്ല. ബേസിക്കലി നമ്മളൊരു പട്ടി പോലെ വെച്ചിട്ട് ഇതിനെ മടക്കി വെക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ എഡ്ജസ് പെർഫെക്റ്റായി. ഇനി അടുത്ത സൈഡും ഇതേപോലെ ലൈനിങ് തുണിയും നല്ല തുണിയും ചേർത്ത് വെച്ചിട്ട് നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ ഞാനിവിടെ നെക്കുന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ലൈനിങ് തുണിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ 2 ഇഞ്ച്, അതിന് ഇതേപോലെ ഒരു മടക്ക് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ സൈഡിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ്. ഇവിടെ മടക്കി അടിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഭാഗം പുറത്തേക്ക് വേണം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ കുളത്ത് ഇടാനുള്ള ഒരു ചെറിയ ലൂപ്പില്ലേ അത് വെക്കാൻ പോണത്. അപ്പം അതിനായിട്ട് ഇതിനെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് വെക്കുക. നിങ്ങളിത് എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ബ്ലൗസൊക്കെ യൂഷ്വലി ഇങ്ങനെ തന്നെയാണ് തുന്നുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ ബ്ലൗസ് ഒന്ന് എടുത്ത് നോക്കൂ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഇതേപോലെ എക്സ്ട്രാ ഞാനൊരു ഇപ്പോൾ നോക്കുമ്പോൾ ഒരു 1/2 ഇഞ്ചാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് എക്സ്ട്രാ വേണമെങ്കിൽ 2.5 ഇഞ്ച് വരെ എടുക്കാം കേട്ടോ തുണി, അത് പ്രശ്നമില്ല. എന്നിട്ടിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് പുറത്തൊരു സ്റ്റിച്ച് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഒന്ന് കൊടുക്കുകയാണ്. അത് ഒരറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റേ അറ്റം വരെ ഇങ്ങനെ കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ ഇത് നേരത്തെ ചെയ്യാൻ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റത്ത് നമുക്ക് ഈ തുണി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഹൂപ്പിനും ഇതിനൊക്കെ വേണ്ടിയിട്ട്, അതും കൂടി ചെയ്തിട്ടാവാൻ വെച്ചിട്ടായിരുന്നു. ഇപ്പം ഞാൻ ലെങ്ത്ത് നോക്കുകയാണ് എത്ര വേണം എന്നുള്ളത്. അപ്പോൾ ലെങ്ത്ത് നോക്കിയിട്ട് എത്ര വേണം എന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് എക്സ്ട്രാ ഉള്ളത് വെട്ടിക്കളയാണ്. അതിനുശേഷം അടിഭാഗം ഞാൻ ഇതേപോലെ മടക്കി അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നത് ഡാർട്ടുകൾ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അതിനായിട്ട് ഷോൾഡർ ടു ബസ്റ്റ് മെഷർമെൻറ്റ് എടുക്കണം. ആദ്യം തന്നെ മിഡിൽ പാർട്ട് മാർക്ക് ചെയ്യുക ഫ്രണ്ടിൽ. ഷോൾഡർ ടു ബസ്റ്റ് ഈ പിക്ചറിൽ കാണുന്ന പോലെ കറക്റ്റ് ആ പോയിന്റ് വരെ എത്രയുണ്ട് എന്നുള്ളത് മാർക്ക് ചെയ്യുക. അത് ഞാനിവിടെ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് 9 ഇഞ്ചാണ്. എന്നിട്ട് നടുക്കിലത്തെ പോർഷനിൽ കറക്റ്റ് ആ ബസ്റ്റിൻ്റെ പോയിന്റ് എവിടെയാണെന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഓൾറെഡി ഷോൾഡർ ടു ബസ്റ്റ് എടുക്കുമ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എത്ര മെഷർമെൻ്റ് ആണെന്നുള്ളത്. അത് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ യൂഷ്വലി അത് 3 to 3.5 ഇഞ്ചാണ് യൂഷ്വലി ആൾക്കാർക്ക് ഉണ്ടാവുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡ്രോ ചെയ്യുക. എന്നിട്ട് ഡാർട്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 1.5 ഇഞ്ച് വീതം എടുക്കുക. ഫ്രണ്ട് സെക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ 1.5 ഇഞ്ച് എടുക്കണത്. 1.5 ഇഞ്ച് മതിയാവും കേട്ടോ. അത് എല്ലാവർക്കും സെയിം മെഷർമെൻറ്റ്, എത്ര മേൽഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിലും തടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും 1.5 ഇഞ്ച് മതിയാവും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ ഈ 2 ഡാർട്ടിലുള്ളത് ഇഷ്ടമായി എന്ന് വരില്ല. പക്ഷെ നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ചേരുന്നുണ്ടെങ്കിൽ ഇത്രയും എളുപ്പത്തിൽ ഇനി വേറെ ബ്ലൗസ് തുന്നാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല എളുപ്പപ്പണിയാണ്. പിന്നെ ഇപ്പോഴത്തെ കുറച്ച് ട്രെൻഡിൽ വരുന്ന കാര്യമാണല്ലോ. അപ്പോൾ ബാക്ക് സൈഡും അതേപോലെ തന്നെ ഞാൻ ബസ്റ്റിൻ്റെ അവിടെ, അതായത് ഷോൾഡർ ടു ബസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കറക്റ്റ് നടുക്കുന്ന് ബസ്റ്റിൻ്റെ അവിടെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് ഉണ്ടല്ലോ, അവിടേക്ക് എത്രയാണെന്നുള്ളത് അതും മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, ഞാൻ ഇതിനേക്കാളും മുമ്പ് കപ്പ് വെച്ച് തയ്ക്കണ ബ്ലൗസ് തുന്നണത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതിൽ ഇതിനെ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് ഇത് മനസ്സിലായില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, ഞാൻ കാർട്ടിലിടാം. പിന്നെ ഇതേപോലെ തന്നെ ബാക്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ 1 ഇഞ്ച് മാത്രമേ ഡാർട്ട് എടുത്തിട്ടുള്ളൂ. ഓക്കെ, 1.5 ഇഞ്ചാണ് ഫ്രണ്ടിലെടുത്ത്, ബാക്കിൽ 1 ഇഞ്ച് മതി. ഫ്രണ്ടിലത്തേക്കാളും കുറവ് മതി കേട്ടോ ബാക്കിൽ. അപ്പോൾ ഇനി നമുക്ക് ഡാർട്ട് തുന്നാം. നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ അതേ ഇതിൽ തന്നെ ഇതേപോലെ വരയ്ക്കുക. പിന്നെ ഈ തുമ്പത്തെത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലോണം ചേർത്തെടുക്കുക കേട്ടോ. അതായത് ഇങ്ങനെ വളരെ നൈസായിട്ട് വേണം തുന്നിയെടുക്കാനായിട്ട്. അതായത് ഡാർട്ടിൻ്റെ തുമ്പത്ത് ഒട്ടും ഇങ്ങനെ ഭയങ്കര ബൾജ് ചെയ്ത് നിൽക്കണ പോലെയൊന്നും തോന്നരുത്. അവസാനം ഈ തുമ്പത്തെത്തുമ്പോൾ വളരെ തുണിയോട് ചേർത്തെടുത്തിട്ട് വേണം തുന്നാനായിട്ട്. അപ്പോൾ ഫ്രണ്ടിലത്തെ ഡാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതേപോലെ ബാക്കിലത്തെ ഡാർട്ടും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അറ്റത്ത് തുണി അങ്ങോട്ട് കുറഞ്ഞു എന്നുള്ളത് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൈഡിലത്തെ തുണി നമ്മൾ എപ്പോഴും എക്സ്ട്രാ എടുക്കണം എന്നുള്ളത്. സ്ലീവ്സിൻ്റെ അവിടെ നിന്ന് തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് എക്സ്ട്രാ എടുക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ താഴോട്ട് പോകും തോറും നമ്മൾ എക്സ്ട്രാ സ്ലാൻഡിങ് ആയിട്ട് എടുക്കണമായിരുന്നു. കണ്ടോ, എനിക്കിപ്പോൾ തുണി കുറഞ്ഞു. അപ്പോൾ സൈഡ് അടിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ. അപ്പോൾ ശ്വാസം വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കീറിപ്പോകുമെന്ന് എനിക്ക് പേടിയായി. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സൈഡിലേക്ക് ഒരു കഷ്ണം തുണി അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ ബോർഡറിൽ വരുന്ന സിൽവർ കളറിലെ തുണി ഉണ്ടല്ലോ അതിനെടുത്തു. അപ്പോൾ അത് ഞാനൊരു 3 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ലൈനിങ് തുണിയും കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഈ നല്ല തുണിയും ലൈനിങ് തുണിയും രണ്ടിനെയും ചേർത്ത് വെക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൗസ് ഉണ്ടല്ലോ, ഈ ബ്ലൗസിൻ്റെ നല്ല വശമുണ്ടല്ലോ, നല്ല വശവും അതേപോലെ തന്നെ ഈ പീസല്ലേ നമ്മൾ എക്സ്ട്രാ തുണി വെച്ചിരിക്കുന്ന അതിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വയ്ക്കുക. സ്ലീവ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി മടക്കി വെച്ചിട്ടില്ലേ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വേണം വെക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്റ്റിച്ച് ലൈറ്റായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക താഴേക്ക് വരെ. താഴെ എത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ തുണി എടുത്തിട്ട് ഒന്ന് മടക്കി അടിക്കാം. കാരണം എഡ്ജസ് അങ്ങനെ റോ ആവാൻ പാടില്ലല്ലോ, അതായത് ഇങ്ങനെ നൂലൊക്കെ വരണ പോലെ നിന്നാൽ ഭംഗി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ മടക്കി അടിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ്ട്രാ തുണി ആയില്ലേ, ഇനി നമുക്ക് സൈഡ് അടിക്കാൻ കുഴപ്പമുണ്ടാവില്ല. ഇതേപോലെ 4 ഭാഗത്തും, അതായത് ഫ്രണ്ടിൽ 2 സൈഡും ബാക്കിൽ 2 സൈഡും, അങ്ങനെ ഞാൻ 4 ഭാഗത്തും ഇതേപോലെ തന്നെ എക്സ്ട്രാ തുണി വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒന്നുമില്ല കേട്ടോ. ഇനി എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു ബ്ലൗസ് എടുത്തിട്ട് അത് ഇതിൻ്റെ മീതെ വെച്ച് എത്രയാണോ നമുക്ക് മെഷർമെൻറ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതേപോലെ തന്നെ. എന്നിട്ട് കണ്ടോ ഇതേപോലെ സൈഡിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മീതയ്ക്ക്. ആൻഡ് ഇപ്പോൾ ബ്ലൗസ് റെഡിയാണ്. ഇനി നമുക്ക് ഇതിന് ഹുക്ക് വെച്ച് കൊടുക്കണം. ഇനി എക്സ്ട്രാ ഉള്ള ഈ തുണി ഉണ്ടല്ലോ അത് നമുക്ക് വെട്ടിക്കളയാം. ഞാൻ നേരത്തെ തന്നെ സൈഡ് എടുത്തത് കറക്റ്റ് എടുത്തിരുന്നെങ്കിൽ ഈ ഇരട്ടിപ്പണി വരില്ലായിരുന്നു. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ അബദ്ധം പറ്റുകയാണെങ്കിൽ എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ചേർത്ത് കാണിച്ചത്. ഇനി ഇതേപോലെ ബാക്കിൽ ഹുക്കും അതേപോലെ അതിൻ്റെ ലൂപ്പും ഇല്ലേ അതും വെച്ച് കൊടുക്കാം. ഞാനിവിടെ 6 എണ്ണം വെക്കുന്നുണ്ട്. സൈഡിൽ 2 എണ്ണം മാർക്ക് ചെയ്തിട്ട് നടുക്കിൽ മാർക്ക് ചെയ്ത് അതിൻ്റെ 2ൻ്റെ നടുക്കിൽ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെ വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇൻ കേസ് വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അത് കഴിഞ്ഞു. ഇത് ഞാൻ സാരി ബ്ലൗസാണ് കേട്ടോ തുന്നിയിരിക്കണത്. പക്ഷെ ഞാൻ നിൽക്കുന്നത് പെർഫെക്ഷൻ എങ്ങനെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒപ്പം സ്കേർട്ടിൻ്റെ ഒപ്പം ഇട്ട് കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം ഹാഫ് സാരിയുടെ ഒപ്പം അല്ലെങ്കിൽ ലെഹങ്കയുടെ ഒപ്പം ഒക്കെ ഇടാൻ പറ്റുന്നതാണ്. ഞാൻ സാരിയുടെ ഒപ്പമാണ് ഇടുന്നത്. ഞാനിനി വരാൻ പോണ ഒരു ഫംഗ്ഷന് സാരിയുടെ ഒപ്പം ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരാൻ പോണ വ്ളോഗ് അല്ലെങ്കിൽ വരാൻ പോണ വീഡിയോ എന്തായാലും കാണണം കേട്ടോ. അപ്പോൾ ഞാൻ സാരിയുടെ ഒപ്പം എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യണമെന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.